ഹലോ, എന്താണ് എല്ലാവരും പരിപാടി? എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ആദ്യം തന്നെ പറയാം, ഇതൊരു കുഞ്ഞ് വ്ളോഗാണ്. അപ്പോൾ രാവിലെ ഏർലി മോർണിംഗ് പഠിക്കാൻ വേണ്ടി ഇരിക്കാൻ പറ്റിയില്ല. കാരണം ഒന്നുമല്ല, വൈകിട്ടാണ് എണീച്ചത്. 7 മണി വരെയൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. അപ്പോൾ രാവിലെ എണീച്ച് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ CA ആണ് ആദ്യം തന്നെ നോക്കിയത് കേട്ടോ. ഞാൻ അത് കഴിഞ്ഞ് പ്രത്യേകിച്ചൊന്നും നോക്കിയില്ല. ഒരു മടി വന്നു. ഉച്ചയായപ്പോൾ എനിക്കൊരു മന്തിയൊക്കെ കഴിക്കാനൊരു പൂതി വന്നു കേട്ടോ. അപ്പം ഞാൻ പെരുമ്പിലാവുള്ള അൽസാക്കി പോയിട്ട് മന്തി കഴിച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ തന്നെ പോവാറ്. ഞാൻ ഇരുന്ന് ഈ ഒരു ഏരിയ ഇപ്പോൾ പുതുതായിട്ട് അവരെടുത്തതാട്ടോ. നല്ല വൈബുള്ളൊരു സ്ഥലമായിരുന്നു. പകൽ ചൂടാണ്, രാത്രി നല്ല ഓക്കെ ആയിരിക്കും അവിടെ. പിന്നെ വീട്ടിൽ വന്ന് മന്തി കഴിച്ചറിയാലോ, ക്ഷീണമാണ്, അവിടെ കിടന്നു. അപ്പോഴാണ് അമ്മ വീണ്ടും ഈ ചിപ്സ് ഇട്ട് വരണത്. പിന്നെ അത് കഴിച്ച് പിന്നെ ഇങ്ങനെ കിടന്ന് ഈവനിങ് ആയപ്പോൾ ഈ മിൽക്ക് ബിസ്ക്കറ്റ് കഴിച്ചു. അത് ശരിക്കും മിൽക്ക് ബിസ്ക്കറ്റാണ്, പാലിൽ മുക്കൊന്നും വേണ്ട, പക്ഷെ ഞാൻ പാലിൽ മുക്കി കഴിച്ചു കേട്ടോ. പിന്നെ അത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അന്നാണ് നല്ലപോലെ പഠിക്കാൻ വേണ്ടി ഇരിക്കണത് കേട്ടോ. രാവിലെ തന്നെ എണീച്ച് ഒരു 6 മണി ആ ഒരു ടൈമിലാണ്, 7 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. എന്നത്തെ പോലെ CA വൊക്കാബുലറി റിവിഷൻ ചെയ്ത് തുടങ്ങി കേട്ടോ. നമുക്ക് രാവിലെ ദോശയും ചിക്കൻ കറി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്നും ഒരു 2 കുപ്പി വെള്ളമെങ്കിലും കുടിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് കേട്ടോ. അത് നമുക്ക് വാട്ടർ ഭയങ്കര അത്യാവശ്യമാണല്ലോ, അല്ലെങ്കിൽ ഡീഹൈഡ്രേഷനൊക്കെ വന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് ചൂടുമാണ്. അപ്പോൾ ഭയങ്കര ഇതാണ്. കെമിസ്ട്രിയിൽ ഞാനിപ്പോൾ ആസിഡും ആൽക്കലിയും ടോപ്പിക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ടൈമർ വെക്കുന്നുണ്ട്, അതുകൊണ്ട് പഠിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റോടെ ഇരിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എത്രത്തോണ്ട് പഠിച്ചു എന്നൊരു ബോധം ഉണ്ടാവില്ല. ഭയങ്കര ഒരു ടയേർഡ് ഫീലിംഗ് ഒക്കെയാണ്. ടൈമർ വെക്കുമ്പോൾ പിന്നെ ഒരു ഇതുണ്ട്, പഠിക്കാൻ ഇരിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധമൊക്കെ ഉണ്ട്. പിന്നെ ഒരു PYQ ചെയ്തു. ഞാൻ കുറച്ച് ഡള്ളായിട്ടു, എനിക്ക് മാർക്ക് നല്ല കുറവാണ് കിട്ടിയത്. പിന്നെ അമ്മേനായിട്ടൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അമ്മയുടെ ഡ്രസ്സ് അടിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അവിടെ പോയ ആ ആൻറ്റിയുടെ വീട്ടിൽ നിറയെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് ഡ്രസ്സ് അടിക്കാൻ പോകുന്ന സ്ഥലം തന്നെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചെടിയൊക്കെ മേടിച്ച് പോന്നു കേട്ടോ. പിന്നെ വരുന്ന വഴിയിൽ നമ്മളിതാ ഫുഡൊക്കെ വാങ്ങി വീട്ടിൽ വന്ന് കഴിച്ചു. അപ്പോൾ ഓക്കെ, ബായ്.